നിമിഷപ്രിയയ്ക്ക് ആശ്വാസമായി ഇന്നലെയാണ് വധശിക്ഷ മാറ്റിവെച്ചുള്ള ഉത്തരവ് പുറത്തുവന്നത്. വധശിക്ഷ നടപ്പിലാക്കേണ്ട സമയത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഉത്തരവ് വന്നത് എങ്കിൽ കൂടി ഞായറാഴ്ച തന്നെ തീരുമാനം എടുത്തിരുന്നുവെന്നാണ് വിവരം. കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലും ഗോത്രത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനാണ് വിവരങ്ങൾ ഇത്രയും സമയം രഹസ്യമാക്കി വെച്ചത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിദ് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയയുടെ കേസിൽ നിർണായകമായത്. ഇന്ത്യക്ക് നയതന്ത്രപരമായി ഇടപെടൽ നടത്താൻ തീർത്തും വിരളമായ സാധ്യത മാത്രമുള്ളിടത്താണ് സ്വകാര്യ ഇടപെടലുകൾ നിർണായകമായത്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ നയതന്ത്ര തലത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ പരിമിതികൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട്. യമന്റെ തലസ്ഥാനമടക്കമുള്ള മേഖല ഭരിക്കുന്ന ഹൂതികളുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. തലസ്ഥാനമായ സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. ഈ പ്രദേശമാകട്ടെ ഹൂതികളുടെ നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിധിയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം അറ്റോർണി ജനറൽ R വെങ്കട്ടരമണിയും കോടതിയെ അറിയിച്ചത്. അനൌദ്യോഗികമായ മാർഗങ്ങളിലൂടെയാണ് സർക്കാർ ഇടപെടലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. ഹൂതികളുമായി ബന്ധം പുലർത്തുന്ന ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിൽ ഇടപെടൽ സാധ്യമാകുമായിരുന്നു. മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാനും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാനെ ഇടപെടുത്താനുള്ള ഫലപ്രദമായ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇറാനുമായി ഏറ്റുമുട്ടുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ഇക്കാര്യത്തിൽ വഴിമുടക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് കാന്തപുരത്തിന്റെ വരവ്. അതിന് ഇടവരുത്തിയതാകട്ടെ ചാണ്ടി ഉമ്മന്റെ ഇടപെടലുകളും. ഗവർണർ ആർലേക്കറുമായി ചാണ്ടി ഉമ്മനും അമ്മയും നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇതിൽ അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടാക്കിയത്. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കി ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്ന് ചാണ്ടി ഉമ്മന് ഉറപ്പു നൽകി. ഇതിനൊപ്പമാണ് ചാണ്ടി ഉമ്മൻ കാന്തപുരത്തെ ബന്ധപ്പെടുന്നത്. കാന്തപുരത്തിന്റെ യമനിലെ സുഹൃത്ത് ബന്ധങ്ങൾ മനസ്സിലാക്കിയാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ അഭ്യർത്ഥിക്കുന്നത്. കാന്തപുരം പിന്നീട് തന്റെ സുഹൃത്തായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിദിനെ വിവരമറിയിച്ചു. ഹബീബ് ഉമറിന്റെ ഓഫീസ് നോർത്ത് യമൻ ഭരണകൂടവുമായും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായും ബന്ധപ്പെട്ടു. ജഡ്ജിമാരുമായും നിയമവിദഗ്ധരുമായും ചർച്ച നടത്തി. ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം നോർത്ത് യമനിൽ അടിയന്തര യോഗം ചേർന്നു. അദ്ദേഹത്തിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, സനായിലെ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്ന് ഗോത്ര നേതാക്കൾ വ്യക്തമാക്കി. ചർച്ച തുടരാൻ പ്രതിനിധി സംഘം യുവാവിന്റെ നാടായ ഉത്തര യമനിലെ ദമാറിൽ തങ്ങി. കുടുംബാംഗങ്ങൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. സഹായവുമായി ന്യായാധിപനും കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിൽ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ഷെയ്ഖും ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ചർച്ചയിൽ ഇടപെട്ടു. ശിക്ഷാ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത് ഈ ഇടപെടലാണ്. തുടർന്ന് ഇന്നലെ കോടതിയെ വിവരം ധരിപ്പിച്ചതോടെയാണ് വധശിക്ഷ നീട്ടിവെച്ചുള്ള ഉത്തരവിറങ്ങിയത്. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ആളിക്കത്തിയ കൊലക്കേസാണ് തലാലിന്റേത്. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ പ്രതിസന്ധി രൂക്ഷമായത്. കുടുംബവുമായി സംസാരിക്കാൻ ഇതുവരെ അവസരം ലഭിക്കാതിരുന്നതും ഇതുമൂലമായിരുന്നു. വധശിക്ഷ നീട്ടിവെച്ചെങ്കിലും ദയാദനം നൽകി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ ചർച്ചകൾ തുടരേണ്ടതുണ്ട് എന്നാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ ഇനിയുള്ള പ്രതീക്ഷ കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബം മാപ്പ് അംഗീകരിക്കലാണ്. യമനിലെ മതപണ്ഡിതന്മാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിലാണ് ഇതിനുള്ള സാധ്യത തെളിയുന്നത്. ഇതുവരെ അടുക്കാതിരുന്ന കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബം ഉമർ ബിൻ ഹാഫിദിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ സമ്മതിച്ചതാണ് കേസിൽ അനുകൂലമായത്. തലാലിന്റെ കൊലപാതകം വീട്ടുകാർക്കപ്പുറം ധമാർ മേഖലയിലടക്കം വൈകാരിക വിഷയമാണ്. ഇതുകൊണ്ട് തന്നെയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇതിനു മുൻപ് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതിരുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ കുടുംബവുമായി ആദ്യമായി ആശയവിനിമയം സാധ്യമായതാണ് കേസിൽ ഏറ്റവും അനുകൂലമായത്. പക്ഷേ മാപ്പ് നൽകുമെന്ന കാര്യം ഉറപ്പിക്കാതെയാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി കഴിഞ്ഞ ദിവസം BBC അറബിയോട് സംസാരിച്ചത്. അനുരഞ്ജന ശ്രമങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ദൈവനിയമം നടപ്പാക്കണമെന്നാണ്, മറ്റൊന്നുമില്ല എന്നാണ് അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പ്രതികരണം.
വധശിക്ഷ നീട്ടിയ ഉത്തരവ് പുറത്തു വരുന്നതിന് മുൻപുള്ള പ്രതികരണമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇനി കുടുംബം നിലപാട് മാറ്റുമോ എന്ന് കണ്ടറിയണം. അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച ഉത്തരവിന്റെ ആധികാരികതയെക്കുറിച്ച് സംശയം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസർ KR സുഭാഷ് ചന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടുവെന്നും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന വാട്ടർമാർക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ പലരും കത്ത് തങ്ങൾക്കും കിട്ടിയെന്ന് പറഞ്ഞ് രംഗത്തെത്തുമായിരുന്നുവെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായി രേഖാമൂലം വിവരം കിട്ടിയിട്ടു മതി പ്രതികരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഇത്രയും കാലം നയതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾ നടത്താൻ പരിമിതികളുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിർണായക ഇടപെടൽ കാന്തപുരം നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. സുഭാഷ് ചന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിൽ കൂടി യമനിലെ വധശിക്ഷാ രീതികൾ ഇപ്പോഴും കുപ്രസിദ്ധിയുള്ളതാണ്. യമനിൽ വധശിക്ഷകൾ മതപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നവയാണ്. കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് കണ്ണുകെട്ടാറുണ്ട്. ഇതിനു മുൻപായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതിയുണ്ട്. ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെക്കൽ, കല്ലെറിയൽ, തലവെട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വധശിക്ഷാ രീതികളാണ് യമനിൽ നിലനിൽക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അടുത്തിടെ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് സാധാരണയായി പിന്തുടർന്നു വരുന്നത്. സാധാരണയുള്ള ഫയറിംഗ് സ്ക്വാഡ് വധശിക്ഷയിൽ മരണം ഉറപ്പാക്കാൻ പ്രതിയുടെ നെഞ്ചിലോ പുറകിലോ ഹൃദയത്തിനടുത്തായോ ഒന്നിലധികം തവണ വെടിവെക്കുകയാണ് ചെയ്യുക. ആരാച്ചാർക്ക് ഇതിനായി ഡോക്ടർമാർ പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്യും. യമനിലെ നിയമപ്രകാരം വധശിക്ഷ അനുവദനീയമാണ് എങ്കിലും വധശിക്ഷ നടപ്പാക്കുന്നതിൽ സുതാര്യതയും ന്യായമായ നടപടിക്രമങ്ങളും പാലിക്കാത്തതിനാൽ മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഹൂതികളുടെ നേതൃത്വത്തിലുള്ള കോടതികൾക്ക് കീഴിൽ ന്യായമായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല. ന്യായമായ വിചാരണ നടത്തുന്നതിനും നിയമപരമായ പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായ നിയമസഹായമൊന്നും ലഭിക്കാറില്ല എന്ന ആരോപണവും ശക്തമാണ്. യമനിൽ വധശിക്ഷകൾ നൽകുന്നത് വർദ്ധിച്ചു വരികയാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഹൂതി സൈന്യത്തിന് സ്വാധീനമുള്ള വടക്കൻ പ്രദേശങ്ങളിൽ. 2014 സന പിടിച്ചെടുത്തതിന് ശേഷം ഹൂതികൾ അക്രമ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല ധാർമ്മികവും രാഷ്ട്രീയപരവുമായ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നൽകുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നും തെറ്റായ അന്വേഷണവും പ്രതിരോധിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നത് മൂലവുമാണ് പലപ്പോഴും വധശിക്ഷകൾ വർദ്ധിക്കുന്നത് എന്നും വിമർശകർ പറയുന്നു. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം, ചാരവൃത്തി, വിശ്വാസം ഉപേക്ഷിക്കൽ, വ്യഭിചാരം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് യമനിൽ വധശിക്ഷ നൽകുന്നത് നിയമപരമാണ്. മുൻപ് പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകിയിട്ടുണ്ട്. ഇതിനെ UN-ഉം മറ്റ് മനുഷ്യാവകാശ സംഘടനകളും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. യമൻ നിയമപ്രകാരം വധശിക്ഷയിൽ ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനുമുള്ള അധികാരം പ്രസിഡന്റിനാണ്. എന്നാൽ യമനിലെ ഭരണം പല ഘടകങ്ങളായി വിഘടിച്ചു കിടക്കുകയാണ്. ഇത് നടപടിക്രമങ്ങൾ സങ്കീർണമാക്കുന്നു. തെക്കൻ യമൻ ആസ്ഥാനമായുള്ള സർക്കാരിനാണ് അന്താരാഷ്ട്ര അംഗീകാരമെങ്കിലും നിമിഷപ്രിയയെ വിചാരണ ചെയ്ത് ശിക്ഷിച്ച പ്രദേശം ഉൾപ്പെടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗത്ത് ഹൂതി ഭരണകൂടമാണ് യഥാർത്ഥ അധികാരം പ്രയോഗിക്കുന്നത്. നിമിഷപ്രിയ എന്തായാലും ഇത്തരം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.